കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത്. പ്രാരംഭഘട്ടത്തിൽ UDF പ്രവർത്തകരിൽ ഉടലെടുത്ത ആവേശവും പിന്നീട് ഫലങ്ങൾ പൂർണ്ണമായപ്പോൾ കേരള ജനത നൽകിയ ശക്തമായ സന്ദേശവും രാഷ്ട്രീയ നിരീക്ഷകരെ ഒരുപോലെ അമ്പരപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ആദ്യം ഫലസൂചനകളിൽ UDF ക്യാമ്പ് തികച്ചും സന്തുഷ്ടമായിരുന്നു. തങ്ങൾക്ക് അനുകൂലമായ ചെറിയ ചലനങ്ങൾ പോലും വലിയ വിജയത്തിന്റെ സൂചനകളായി അവർ കണക്കാക്കി. ഈ സമയത്ത് ഇനി അങ്ങോട്ട് കേരളം ഒന്നടങ്കം തോറ്റാലും വിരോധമില്ല എന്ന തരത്തിലുള്ള കമന്റുകൾ UDF അണികൾക്കിടയിൽ പ്രചരിച്ചിരുന്നു. പ്രത്യേകിച്ചും സ്വന്തം വീടിന്റെ കോലായത്തിലിരുന്ന് ഭൂമിയുടെ അച്ചുതണ്ട് തിരിച്ചിരുന്ന ഒരു മഹാരഥന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീഴുന്നതിലെ സന്തോഷം കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിച്ചു. പാലക്കാട്ടെ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഹൃത്തിക് റോഷൻ എന്ന യുവ സ്ഥാനാർത്ഥി 130 വോട്ടുകൾക്ക് AV ഗോപിനാഥ് എന്ന കടൽ കിളവനെ അട്ടിമറിച്ച വാർത്ത തളർന്നിരുന്ന കോൺഗ്രസുകാരിൽ വലിയ ആവേശമുണർത്തി. ഇതൊരു തുടക്കം മാത്രമാണെന്നും വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഓരോ ഫലങ്ങളും പുറത്തു വന്നപ്പോൾ രാഷ്ട്രീയ രംഗം കൂടുതൽ വ്യക്തമായി. ചില നേതാക്കൾക്ക് നേരെയും രാഷ്ട്രീയ പ്രവണതകൾക്ക് നേരെയും ജനവിധി കടുപ്പമേറിയതായി മാറി. കേരളത്തിൽ ലേശം നന്മ ബാക്കിയുണ്ടെന്ന് ജനം ഒന്നടങ്കം മനസ്സിലാക്കി കൊടുത്ത നിമിഷങ്ങളായിരുന്നു അത്. തല മൊട്ടയടിച്ച് പ്രതിഷേധിച്ച ലതിക സുഭാഷ് സ്വന്തം വാർഡിൽ പോലും മൊട്ടയടിച്ച് നിൽക്കേണ്ടി വന്നപ്പോൾ UDF അണികളുടെ ആവേശം 10 മടങ്ങായി വർദ്ധിച്ചു. ഇതൊരു വ്യക്തിപരമായ തിരിച്ചടിയായിരുന്നില്ല, മറിച്ച് നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന കള്ള നാണയങ്ങൾക്ക് ജനം നൽകിയ പ്രഹരമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പലപ്പോഴും പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ചില വ്യക്തികൾക്ക് ഈ തിരിച്ചടി നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. കേരളത്തിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി മുതൽ കപ്പിത്താന്റെ തേരിലേറി അയ്യപ്പന്റെ സംഗമത്തിനായി പോയ വെള്ളാപ്പള്ളിക്കും ഇഹലോകത്തും പരലോകത്തും കൂലി വാങ്ങി തരുവാൻ പ്രയത്നിച്ച ജലീലിനും വായയില്ലാത്ത വെട്ടുകത്തിയായി സ്വയം പരിണമിച്ച ജപ്പാൻ അൻവറിനും കോൺഗ്രസ് വക്താവായി സ്വയം സ്ത്രീലമ്പടനായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിനും കുഴൽപ്പണ വിദ്വാൻ ഉള്ളി സുരയ്ക്കും സ്വയം മണ്ടനായി മാറിക്കൊണ്ടിരിക്കുന്ന മാഷെന്ന് പറയുന്ന ഗോവിന്ദനും സ്വന്തം മണ്ഡലത്തിൽ നിന്നും കൂവിപ്പായിച്ച PC ജോർജിനും വലതിനെ വിട്ട് ഇടതിലേക്ക് പോയ ജോസ്മോനും അളവുകോൽ നായിക ലസിത നായർക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. ഈ വിജയങ്ങൾക്കിടയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഒരു നേതൃപരമായ മാറ്റം ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കായി പ്രത്യേക മുന്നണി സംവിധാനവും തെരഞ്ഞെടുപ്പ് സംവിധാനവും നടപ്പിലാക്കി 9 സീറ്റിൽ നിന്നും 110 സീറ്റിലേക്ക് സ്വന്തം പാർട്ടിയെ ഉയർത്തിയ ലീഡർ K കരുണാകരന്റെ അനുയായിയായി VD സതീശൻ മാറിയപ്പോൾ ഇവിടെ നാം കാണുന്നത് നിലപാടുകളുടെ ഒരു രാജകുമാരനെയാണ്. മുൻകാലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥികളാക്കി കെട്ടിയിറക്കുകയും സ്ഥാനങ്ങൾ വീതം വെക്കുകയും ചെയ്തിരുന്നതിന് വിരാമം വിട്ടു. പകരം ഓരോ നേതാക്കളുടെയും കഴിവുകളും സ്വഭാവ രൂപീകരണവും കണ്ടെത്തി അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ അവരോധിച്ചുകൊണ്ട് ഒരു മികച്ച ഇലക്ഷൻ മാനേജ്മെന്റ് സെറ്റ് ചെയ്തതാണ് ഈ വിജയങ്ങൾക്ക് പിന്നിലെ പ്രധാന ഘടകം. തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും നിലമ്പൂരും വിജയിച്ച അതേ ഫോർമുലകൾ ഈ തെരഞ്ഞെടുപ്പിലും സംജാതമായി. വിജയങ്ങളുടെ രീതിശാസ്ത്രം പരിശോധിക്കുമ്പോൾ കോടികൾ ചിലവഴിച്ചുകൊണ്ട് റോഡ് നീളെ കൂറ്റൻ ഹോർഡിങ്ങുകൾ വെച്ചും മുഴുവൻ പേജ് പരസ്യങ്ങൾ നൽകിയും ചാനലിൽ കൂടിയുള്ള പരസ്യങ്ങളിലൂടെയും PR കമ്പനിക്കാരുടെ തള്ളിമറിക്കലിലൂടെയും ചാനലുകാരെ ഒന്നടങ്കം അവരുടെ കടങ്ങൾ വീട്ടി ഒപ്പം നിർത്തിയിട്ടും അവരുടെ കേസുകൾ ഒതുക്കി കൊടുത്തിട്ടും തിരഞ്ഞെടുപ്പാകുമ്പോഴുള്ള പെണ്ണ് കേസുകൾ നിരത്തിയിറക്കിയിട്ടും ഗൾഫിലുടനീളം വിലസി നടന്നിട്ടും എതിർ പാർട്ടിക്കാർക്ക് നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തിയിട്ടും സ്ഥാനാർത്ഥികളുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റിയിട്ടും പോലീസുകാരെ കയറൂരി വിട്ട് നേതാക്കളുടെ മൂക്കത്ത് ലാത്തി കൊണ്ട് അടുപ്പിച്ചുമൊന്നും ഒരു ജനതയെ തോൽപ്പിക്കാനാകില്ല എന്ന് മലയാളി തെളിയിച്ചപ്പോൾ ഇവിടെ ഒരു പുതിയ സംസ്കാരം ഉടലെടുക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി UDF സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് അണികളിൽ വലിയ ആവേശമുണ്ടാക്കി. K മുരളീധരൻ തലസ്ഥാനം ഏറ്റെടുത്ത് KS ശബരിനാഥനെയും വൈഷ്ണയെയും നേമം ഷജീറിനെയും സ്ഥാനാർത്ഥികളാക്കി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു മാറ്റം ജനങ്ങളിൽ ഉരുത്തിരിഞ്ഞിരുന്നു. തൃശൂർ പോലുള്ള ഒരു അഴകുഴമ്പൻ നഗരത്തിലേക്ക് റോജി M ജോൺ പോലുള്ള ഒരു ഇലക്ഷൻ മാനേജറെ നിശ്ചയിച്ചപ്പോൾ തന്നെ അവിടെ വിജയം സുനിശ്ചിതമാക്കി. അനിൽ അക്കരയെ പോലുള്ളവർ മത്സരിച്ചപ്പോൾ അണികൾ ഉഷാറായി. എളവള്ളിയിൽ ജിയോ ഫോക്സ് പോലെയുള്ള ഇടത് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വലത്തോട്ട് അടുപ്പിച്ചതും ഏറെക്കുറെ ഗുണം ചെയ്തു. റിജിൽ മാക്കുറ്റിയും KM അഭിജിത്തും ഷിൻഡോ ജോണും ഫാത്തിമ തഖ്ലിയും അതുപോലെ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഒട്ടനവധി ചെറുപ്പക്കാരും നാടിനു വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയപ്പോൾ പെണ്ണ് കേസുകളാൽ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു പോന്നിരുന്ന ഒരു സംസ്കാരത്തിന് തിരശീല വീണു. എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും തട്ടിപ്പുകളും തോന്നിയാസങ്ങളും ചെയ്തുകൊണ്ട് കേസുകൾ വരുമ്പോൾ ചാനലുകളിൽ കയറിയിരുന്ന് എന്തും വിളിച്ചുകൂവി ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന ഒരു കൂട്ടം തെമ്മാടി കൂട്ടങ്ങൾക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കൂടാതെ
കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ വലവീശി പിടിച്ചുകൊണ്ട് അവർക്ക് രാത്രികാല മെസ്സേജുകളും അവരുമായി കമ്പി സംസാരങ്ങളും പിന്നീട് അവരുമായി കിടക്ക പങ്കിട്ടും സുഖം കണ്ടെത്തി എല്ലാം കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരിൽ നിന്നും പണം പറ്റി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന അതിജീവിത വർഗത്തിനും ജനം കൊടുത്ത ചാട്ടവാറടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ. മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ നൽകുന്ന ഉപദേശം വ്യക്തമാണ്. ഇപ്പോഴുള്ള ഉപദേശകരായ ശശിമാരെ മാറ്റി നിർത്തിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വളരെ നാറാതെ അതിജീവിക്കാം. ഇപ്പോഴത്തെ ഈ കുത്തഴിഞ്ഞ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയുള്ള ഈ ഭരണരീതി മാറ്റിപ്പിടിപ്പിക്കുവാൻ തയ്യാറാവുക. മരുമകനായാലും ചാനൽ മുതലാളിമാരായാലും അല്ലാത്ത മുതലാളിമാരായാലും അങ്ങനെ ഭരിക്കുവാൻ അല്ലെങ്കിൽ അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവസരം നൽകാതിരിക്കുക. നമ്മുടെ ഭൂപ്രദേശം കേരളമാണ്. പ്രളയത്തിലും കോവിഡിലും കിറ്റിലുമൊക്കെ ജനം അങ്ങയെ വിശ്വസിച്ചുകൊണ്ട് വോട്ടുകൾ ചെയ്ത് പിടിച്ചു നിർത്താൻ സഹായിച്ചപ്പോൾ അത് അവരുടെ ബലഹീനതയായി കണക്കാക്കാതിരിക്കുക. അവരെ പൊട്ടന്മാരായി ചിത്രീകരിക്കാതിരിക്കുക. ഇനിയും സമയമുണ്ട് എല്ലാം നന്നാക്കിയെടുക്കുവാൻ. മലയാളിയുടെ സ്വയബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന സന്തോഷത്തിൽ ദാസനും ചാനലുകാരെ വിധികർത്താക്കളാക്കുവാൻ അനുവദിക്കാതിരിക്കുക എന്ന ഉപദേശത്താൽ വിജയനും ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ വരുമെന്നും ഭരണപക്ഷം ഈ ജനവിധിയെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.